ശങ്കുറ്റി ദാസ്, ഇതിപ്പോൾ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പിനെ അനുകൂലിക്കാത്ത പ്രതിപക്ഷ പാർട്ടികൾ, പ്രത്യേകിച്ച് കോൺഗ്രസ്, അതുപോലെ തന്നെ കേരളത്തിലാണെങ്കിൽ CPM-ഉം CPI-യും ശക്തമായ എതിർപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ വാർത്താക്കുറിപ്പും ഇക്കാര്യത്തിൽ വന്നിട്ടുണ്ട്. ഫെഡറൽ സിസ്റ്റത്തിലുള്ള കടന്നുകയറ്റം എന്നാണ് വിമർശനം വരുന്നത്. അതായത് ഒരേ സമയത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ ദേശീയ വിഷയങ്ങളിൽ മാത്രം ശ്രദ്ധയൂന്നിയുള്ള പ്രചാരണം നടത്തുവാനേ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സംസ്ഥാനങ്ങളുടെ താൽപര്യങ്ങൾ ഹനിക്കുന്ന രീതിയിലുള്ളതായിരിക്കും ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് വരുന്നതോടുകൂടി ഉണ്ടാകാൻ പോകുന്നത് എന്നാണ്. നമ്മുടെ മുഖ്യമന്ത്രിയുടെ ആശങ്ക നമുക്ക് മനസ്സിലാക്കാമല്ലോ. കാരണം സാധാരണഗതിയിൽ ദേശീയ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഒരു നയവും സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ തീർത്തും വ്യത്യസ്തമായിട്ടുള്ള നയവും സ്വീകരിക്കുന്ന ആളുകളെ സംബന്ധിച്ചാണ് ഇത് രണ്ടും ഒന്നിച്ച് നടക്കുന്ന സമയത്ത് എന്ത് നയം എടുക്കേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ സംശയം ഉണ്ടാകുന്നത്. കാരണം ഇവിടെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഇവിടെ CPI-ഉം കോൺഗ്രസും കൂടിയിട്ട് INDA എന്ന് പറയുന്ന ഒരു അലയൻസ് ഉണ്ടാക്കിയിട്ട് BJP-ക്കെതിരെയാണ് മത്സരിക്കുന്നത്. അതേസമയം സംസ്ഥാന തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ രണ്ട് ഘടകകക്ഷികൾ തന്നെ പരസ്പരം വീറോടും വാശിയോടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും മത്സരിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പ് നടത്തുന്ന ആളുകളെ സംബന്ധിച്ചിട്ടാണ് ഇത് രണ്ടും കൂടി ഒന്നിച്ചു വരുമ്പോൾ എന്ത് ചെയ്യും എന്ന ആശങ്ക വരുന്നത്. എന്നാൽ ആ വാദം നമ്മൾ ഗൗരവമായിട്ട് എടുക്കണമെങ്കിൽ, അതായത് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഈ ഒരു നിർദ്ദേശം അത് രാജ്യത്തിന്റെ ഫെഡറൽ തത്വങ്ങൾക്കും ഭരണഘടനയ്ക്കും വിരുദ്ധമാണെങ്കിൽ ഈ രാജ്യം വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ള ഒറിജിനൽ തെരഞ്ഞെടുപ്പിന്റെ സങ്കല്പം അങ്ങനെ ഒന്നായിരുന്നു നമ്മൾ പറയേണ്ടി വരും. അതായത് ഈ രാജ്യത്തിന്റെ മൗലികമായിട്ടുള്ള ഭരണഘടന ഫെഡറൽ തത്വങ്ങൾക്ക് വിരുദ്ധമായിട്ടാണ് തെരഞ്ഞെടുപ്പിനെ വിഭാവനം ചെയ്തിരുന്നത്. കാരണം എന്താ? കാരണം നമ്മുടെ രാജ്യത്തെ ആദ്യത്തെ തെരഞ്ഞെടുപ്പുകളെല്ലാം ഈ സങ്കല്പത്തിന്റെ അടിസ്ഥാനത്തിലാണ് നടത്തപ്പെട്ടിട്ടുള്ളത്. 1951 മുതൽ 1967 വരെ നടന്നിട്ടുള്ള 4 പൊതു തെരഞ്ഞെടുപ്പുകളും സംസ്ഥാന തെരഞ്ഞെടുപ്പുകളും ഒരേ സമയമാണ് നടന്നിട്ടുള്ളത്. 52-ലെ തെരഞ്ഞെടുപ്പ്, 57-ലെ തെരഞ്ഞെടുപ്പ്, 62-ലെ തെരഞ്ഞെടുപ്പ്, 67-ലെ തെരഞ്ഞെടുപ്പ്. 67-ന് ശേഷം പല സംസ്ഥാനങ്ങളും കാലാവധി പൂർത്തിയാക്കുന്നതിന് മുമ്പ് വീണുപോവുകയും കേന്ദ്ര സർക്കാർ തന്നെ കാലാവധി പൂർത്തീകരിക്കാൻ കഴിയാതെ വരികയും ചെയ്തിട്ടുള്ള കൺഫ്യൂഷനിലും അതിനുശേഷം ഉണ്ടായിട്ടുള്ള ഒരു വ്യവസ്ഥയില്ലായ്മയിലുമാണ് പല സമയങ്ങളിലായിട്ട് തെരഞ്ഞെടുപ്പുകൾ നടക്കുകയും വർഷം തോറും തെരഞ്ഞെടുപ്പ് നടക്കുകയും 5 വർഷത്തിനിടയ്ക്ക് 30 തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്യുന്ന ഈ ഒരു വ്യവസ്ഥയിലേക്ക് വന്നത്. ഇത് തിരുത്തണമെന്നും ഇത് ഭരണഘടനയുടെ ഒറിജിനൽ സങ്കല്പത്തിന് വിരുദ്ധമാണെന്നും തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് ഈ രാജ്യം സ്ഥാപിച്ചിട്ടുള്ള ഈ രാജ്യത്തിന്റെ ഭരണഘടനാ നിർമ്മാതാക്കൾ മുന്നോട്ട് വെച്ചിട്ടുള്ള സങ്കല്പത്തിന് വിരുദ്ധമാണെന്നും ആ കാലഘട്ടം മുതൽ തന്നെ 67 മുതൽ തന്നെ ആവശ്യമുള്ളതാണ്. 1982 തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ഈ ആവശ്യം പറയുന്നുണ്ട്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം പറയുന്നുണ്ട്. 1999 107-ാം റിപ്പോർട്ടിൽ അന്നത്തെ ലോ കമ്മീഷൻ ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. 2015 ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി എങ്ങനെയാണ് ഒരു രാഷ്ട്രം ഒരു തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന സങ്കല്പം നടത്താൻ സാധിക്കുക എന്ന് പറയുന്നുണ്ട്. 2019 തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള സർക്കാരിന്, 2ാം നരേന്ദ്രമോദി സർക്കാരിന്റെ കാലഘട്ടത്തിലാണ് രാംനാഥ് കോവിന്ദ് അധ്യക്ഷനായിട്ടുള്ള ഒരു ഹൈ ലെവൽ കമ്മിറ്റിയെ ഇത് പഠിക്കാൻ വേണ്ടി നിയോഗിക്കുന്നത്. ഈ ഹൈ ലെവൽ കമ്മിറ്റി ഇതിന്റെ എല്ലാ തലങ്ങളും പഠിച്ചുകൊണ്ട് 18,000 പേജുള്ള ഒരു റിപ്പോർട്ടാണ് സമർപ്പിച്ചിട്ടുള്ളത്. ആ റിപ്പോർട്ടിലാണ് രാഷ്ട്രത്തിന്റെ ഭാവിയെ സംബന്ധിക്കുന്ന ഒരു ചിന്തയിൽ മുൻനിർത്തുന്ന ഏതൊരാൾക്കും ഈ പറയുന്ന ആവശ്യത്തെ നിരാകരിക്കാൻ സാധിക്കില്ല എന്നൊരു നിലപാട്. ഇതൊരു പ്രസിഡൻഷ്യൽ രീതിയിലെ കാര്യങ്ങൾ പോകുന്ന പോലെയാകില്ലേ? അതായത് ഒരേ സമയത്ത് തന്നെ ഒരുമിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പുകളും ലോക്സഭാ തെരഞ്ഞെടുപ്പുകളും നടത്തുമ്പോൾ ഒരു പ്രസിഡൻഷ്യൽ രീതി എന്ന രീതിയിലേക്ക് ഇല്ല? ആ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടല്ലോ സ്വാഭാവികമായിട്ടും. അല്ല, ആ രീതിയിൽ വിമർശനം ഉന്നയിക്കുന്നവർക്ക് അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാം. കാരണം അവരുടെ ആശങ്ക വേറെയാണ്. അവരുടെ ആശങ്ക എന്ന് പറയുന്നത് ഈ കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഇത് സ്വീകരിച്ചു വരുന്ന നിലപാടില്ലായ്മയുടെ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള നിലപാടുകളുടെ ഒരു വലിയ ചോദ്യചിഹ്നമായിരിക്കും ഇത്തരത്തിൽ ഒന്നിച്ച് തെരഞ്ഞെടുപ്പുകൾ നടത്തുന്ന വ്യവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള ആശങ്ക. ഒരേ സമയത്ത് പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും തെരഞ്ഞെടുപ്പ് നടന്നിട്ട് രണ്ട് രീതിയിൽ ജനങ്ങൾ വോട്ട് ചെയ്തിട്ടുള്ള അനുഭവങ്ങൾ എത്രയും രാജ്യത്തുണ്ടല്ലോ. എല്ലായ്പ്പോഴും പാർലമെന്റിലേക്കും നിയമസഭയിലേക്കും ഒരുമിച്ച് തെരഞ്ഞെടുപ്പ്, ഇപ്പൊ ഈ വർഷം നമുക്ക് നോക്കാം, ഇപ്പൊ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നു, 4 സംസ്ഥാനങ്ങളിലേക്കും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടന്നു. പാർലമെന്റിലേക്ക് BJP-യാണ് തെരഞ്ഞെടുക്കപ്പെട്ടത്. എന്നാൽ 4 സംസ്ഥാനങ്ങളിലും BJP തെരഞ്ഞെടുക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ല. അപ്പോ ഇത് ജനങ്ങൾക്ക് സാമാന്യ ബുദ്ധി ഉണ്ടെന്നും അവർക്ക് വിവേചനാധികാരം ഉണ്ടെന്നും അവർക്ക് പാർലമെന്റിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ ഒരു പ്രയോറിറ്റിയും നിയമസഭയിലേക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റൊരു പ്രയോറിറ്റിയും വെക്കാനുള്ള ചിന്താശേഷി ഉണ്ടെന്ന് നമ്മൾ അംഗീകരിക്കണം. നമ്മൾ ജനങ്ങൾ വിഡ്ഢികളാണെന്നും ഒന്നിച്ച് തെരഞ്ഞെടുപ്പ് നടത്തി കഴിഞ്ഞാൽ അവർ ഒറ്റ പോയിന്റിന്റെ മുകളിൽ മാത്രം വോട്ട് ചെയ്ത് പോകുന്നു, അങ്ങനെ ഈസിലി സ്വേബിൾ ആയിട്ടുള്ള ആൾക്കാരാണെന്നും നമ്മൾ ജനങ്ങളെ പറ്റി വിചാരിച്ചാൽ